നമസ്കാരം. ഒരു പിടി കുഞ്ഞൻ വാർത്തയിലേക്ക് സ്വാഗതം. ജൂൺ 2, സമയം 12 PM. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ഇന്ന് പ്രവേശന ഉത്സവത്തിനിടെ സ്കൂളിൽ പ്രതിഷേധം. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയ സംഭവത്തിലാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം നടക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ ഡിവിഷൻ നിർത്തലാക്കിയതിനാലാണ് രക്ഷിതാക്കൾ പ്രധാന അധ്യാപികയെ ഉപരോധിക്കുന്നത്. വിദ്യാർത്ഥികൾ കുറവുള്ളതിനാൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയതെന്ന് അധ്യാപകർ വ്യക്തമാക്കി. 6 കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരാനുള്ള അധ്യാപകരില്ലെന്നാണ് സ്കൂൾ വൃത്തങ്ങൾ പറയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് കേസുകളുടെ വർധനവിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 3758 പേർക്കാണ് നിലവിൽ കോവിഡ് ഉള്ളത്. ഇതിൽ 1400 കോവിഡ് കേസുകൾ കേരളത്തിലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ആശുപത്രികളിൽ ആവശ്യമായ മരുന്നുകളും ഓക്സിജനുകളും വാക്സിനുകളും കിടക്കകളും സജ്ജമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. PV അൻവർ അടഞ്ഞ അധ്യായമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്നലെ അൻവർ പറഞ്ഞത് സാമാന്യ മര്യാദ ലംഘിച്ചുള്ള വാക്കുകളാണ്. അൻവർ നോമിനേഷൻ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, നാമനിർദ്ദേശ പത്രിക നൽകിയാലും പിൻവലിക്കാൻ ശ്രമിക്കില്ല. അദ്ദേഹം പിൻവലിച്ചു വരട്ടെ, അപ്പോൾ നോക്കാം എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. എയർ ഇന്ത്യ തങ്ങളുടെ വൈഡ് ബോഡി വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി തുർക്കി കമ്പനിയായ ടർക്കിഷ് ടെക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും മെയിന്റനൻസ്, റിപ്പയർ, ഓവർഹോൾ സേവനങ്ങൾക്ക് മറ്റ് സൗകര്യങ്ങൾ തേടാനും പദ്ധതികൾ ആരംഭിച്ചതായി എയർ ഇന്ത്യ CEO കാംബൽ വിൽസൺ പറഞ്ഞു. പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തുർക്കിയുമായുള്ള സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. തലസ്ഥാനത്ത് ആദിവാസി കുടുംബത്തിനു നേരെ പോലീസ് വേട്ട. 14 കൊല്ലമായി വഴുതക്കാട് കാർമൽ ടവറിന് എതിർവശം തട്ടുകട നടത്തിവരുന്ന ശിവകുമാറിനും കുടുംബത്തിനും നേരെയാണ് പോലീസ് വേട്ടയാടൽ. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും തന്റെ ഉപജീവനമാർഗം നടത്തുന്നതിനും വേണ്ടി 2 ബിരുദധാരികളായ ആദിവാസി ദമ്പതികൾ നടത്തുന്ന തട്ടുകട ജാതിയുടെ പേരിലും കിമ്പളം കിട്ടാത്തതിന്റെ പേരിലും പോലീസ് നിരന്തരം ഉപദ്രവിക്കുന്നതായി പരാതി. ന്യൂസ് ഡെസ്ക്, നവലോകം.